ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ അവൽ കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു 4 മണി പലഹാരമാണ്. വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓൾ മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇതിനു വേണ്ടി വേണ്ടത് അവിലാണ്. ഞാനിപ്പോൾ 1 കപ്പ് നിറയെ അവിലെടുത്തിട്ടുണ്ട്. വെള്ള അവിലോ ചുവന്ന അവിലോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ തിന്നായിട്ടുള്ള അവിലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ഒരല്പം വെള്ളം ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റ് മാത്രം ഒന്ന് കുതിരാൻ വേണ്ടി വെക്കാം. നല്ല കട്ടിയുള്ള അവിലാണെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് എടുത്താൽ മതിയാവും. എന്നിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് അതൊന്ന് കുതിർക്കാൻ വേണ്ടി വെക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് മറ്റൊരു ബോളിലേക്ക് ഞാനിപ്പോൾ അത്യാവശ്യം വലിയ ഉരുളക്കിഴങ്ങിൽ 2 ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് വേവിച്ചൊന്ന് ഉടച്ചെടുത്തിട്ടുള്ളതാണ്. ആ ഉരുളക്കിഴങ്ങ് ചേർക്കാം. കൂടെ ഇതിനോടൊപ്പം വേണ്ടത് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത സവാളയാണ്. അത്യാവശ്യം വലിയ സവാള ആണെങ്കിൽ 1 എടുക്കാം. തീരെ ചെറുതാണെന്നുണ്ടെങ്കിൽ 2 സവാള നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇതുപോലെ പൊടിയായിട്ട് വേണം കേട്ടോ ഒന്ന് അരിഞ്ഞെടുക്കാനായിട്ട്. ഇനി വേണ്ടത് പച്ചമുളകാണ്. ചെറിയ പച്ചമുളകിൽ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ളതാണെന്നുണ്ടെങ്കിൽ 1 മതിയാവും. ഇതിനോടൊപ്പം ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. 1 ടീസ്പൂൺ നിറയെ തന്നെ ചേർക്കാം, കൂടുതൽ ചേർക്കരുത് കേട്ടോ. കൂടെ നമുക്ക് ഇതിലേക്ക് ഇനി മസാലകൾ ചേർക്കാം. അപ്പോൾ നന്നായിട്ട് എരിവ് കുറഞ്ഞ കശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ അളവിൽ ചേർക്കുകയാണ്. നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ മതിയാവും. ഇതിനോടൊപ്പം അതേ അളവിൽ തന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി. അപ്പോൾ ഈ ചിക്കൻ മസാലയുടെ റെസിപ്പി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതല്ല നമ്മുടെ കയ്യിൽ റെഡിമെയ്ഡ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ അളവിൽ ചേർക്കാം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ചിക്കൻ മസാല ഇല്ല എന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ഒരു 1/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം പൊടിച്ചതും കൂടി. പെരിഞ്ചീരകം ഒരുപാട് ഇങ്ങനെ ഫൈനായിട്ട് പൊടിച്ച് ചേർക്കണ്ട, നല്ല തരിതരിപ്പോട് കൂടി പൊടിച്ചതാണ് ചേർക്കുന്നത്. അതല്ല മുഴുവൻ പെരിഞ്ചീരകം ഒന്ന് ഇടികല്ലിട്ട് ഒന്ന് ഇടിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ. ഈ ഒരു സമയം ഇനി നമുക്കിതിലേക്ക് അവിൽ ചേർക്കാം. വെറും 2 മിനിറ്റ് മാത്രമേ ഞാനൊന്ന് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തിട്ടുള്ളൂ. എന്നിട്ട് ആ വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറ്റി എടുത്തിട്ടുള്ളതാണ്. ഒരുപാട് സമയം നമ്മുടെ ഈ തിന്നായിട്ടുള്ള അവലിടുകയാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് കുതിർന്നു പോകും. വെള്ളം കംപ്ലീറ്റ് ആയിട്ട് അതിൽ നിന്ന് വാർന്നു പോകില്ല. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം മല്ലിയില ചേർക്കാം. മല്ലിയിലേക്ക് പകരം കറിവേപ്പില ചേർക്കണം എന്നുള്ളവർക്ക് കറിവേപ്പിലയും ചേർക്കാവുന്നതാണ്. കൂടെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാവുന്നതാണ്. 1 ടീസ്പൂൺ നിറയെ തന്നെ ഉപ്പ് ചേർക്കുകയാണ്. ഉപ്പും ചേർത്ത് കൈ നല്ല രീതിക്ക് ഒന്ന് വാഷ് ചെയ്തിട്ട് നന്നായിട്ട് കൈവച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരല്പം പോലും വെള്ളം നമുക്ക് ഇതിലേക്ക് എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ അവിലും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങിലും ഉള്ളിയിലും ഒക്കെ ഉള്ള വെള്ളം ധാരാളം മതിയാവും. നല്ല രീതിക്ക് തന്നെ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ നല്ല രീതിക്ക് തന്നെ ഞാനിതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇത് കുട്ടി കുട്ടി ബോളിൻ്റെ ഷേപ്പിലോ അല്ലാന്നുണ്ടെങ്കിൽ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലോ നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. കയ്യിലേക്ക് ഒരല്പം എണ്ണ ഒന്ന് പുരട്ടി കൊടുത്തിട്ട് നമ്മളിതൊന്ന് റോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കയ്യിലധികം ഒട്ടിപ്പിടിക്കാതിരിക്കും. ഞാനിപ്പോൾ ഇതുപോലെ ചെറിയൊരു വടയുടെ ഷേപ്പിലാണ് കേട്ടോ ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലോ അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ കുട്ടി ബോൾ പോലെ എങ്ങനെയെങ്കിലും ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഒരുപാട് കട്ടി വേണ്ട കേട്ടോ. ഇതുപോലെ ഈ ഒരു കനത്തിലാണ് ഞാനിപ്പോൾ റെഡിയാക്കി എടുക്കുന്നത്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. നമ്മുടെ ഫില്ലിംഗ് എല്ലാം ഞാനിപ്പോൾ ഇതുപോലെ ചെറിയ വടയുടെ ഷേപ്പിലൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് അളവിൽ മൈദാമാവ് എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരല്പം ബ്രെഡ് ക്രംസും കൂടി. അപ്പോൾ നന്നായിട്ട് ബ്രെഡ് ഒന്ന് മിക്സിയുടെ ജാറിലേക്കിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ വറുത്തെടുക്കുമ്പോൾ നല്ലൊരു ക്രിസ്പിനെസ് ഉണ്ടാകും കേട്ടോ നമ്മുടെ ഈ ബ്രെഡ് ക്രംസിന്. ഇനി ഈ മൈദാമാവിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. ഇനി നമ്മുടെ ഈ മിക്സ് കട്ടയൊന്നുമില്ലാത്ത രീതിയിൽ നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ നല്ല രീതിക്ക് ഇതൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. കൂടെ നമ്മുടെ ഈ ബ്രെഡ് ക്രംസിലേക്ക് ഒരല്പം മല്ലിയിലയും കൂടി ചേർക്കുകയാണ്. അപ്പോൾ ഈ മല്ലിയില ചേർത്തിട്ട് നമ്മൾ ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാകും കേട്ടോ. അതിനുവേണ്ടി മാത്രമാണ്, തികച്ചും ഓപ്ഷനിലാണ്. നന്നായിട്ട് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി വേണ്ടത് നമ്മളിതാ തയ്യാറാക്കി എടുത്ത് വെച്ചിരിക്കുന്ന ഓരോന്നും നമ്മുടെ ഈ മാവിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ മാവിൽ ഡിപ്പ് ചെയ്തെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അധികം എണ്ണ ഇത് വലിച്ചെടുക്കാതിരിക്കാനാണ് കേട്ടോ. ഇങ്ങനെ ഒരു കോട്ടിങ് ഇതിന് പുറത്തുണ്ടെങ്കിൽ അധികം എണ്ണ വലിച്ചെടുക്കത്തില്ല. ഇതിന് പകരം നമുക്ക് മുട്ടയുടെ മിക്സ് ഉണ്ടെങ്കിൽ, അതായത് 2 മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് മുട്ടയുടെ മിക്സിൽ നമുക്ക് ഇതുപോലെ കോട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇത് നേരെ ബ്രെഡ് ക്രംസിലേക്ക് ഇട്ടിട്ട് നല്ല രീതിക്ക് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഈ ഒരു രീതിക്ക് തന്നെ നമുക്ക് ബാക്കിയുള്ളത് വേഗം ഒന്ന് ചെയ്തെടുക്കാം.
ഇതുപോലെ എല്ലാം ഞാനൊന്ന് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉടൻ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് സ്റ്റോർ ചെയ്തും വെക്കാവുന്നതാണ്. 1 മാസം വരെ നമുക്കിത് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിൽ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സിപ്പ് ലോക്കറിൽ നമുക്കിതൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. നമുക്ക് എപ്പോഴാണോ ഇത് ഫ്രൈ ചെയ്യേണ്ട ആവശ്യം അതിനൊരു അരമണിക്കൂർ മുമ്പ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. മറക്കരുത്, ഫ്രീസറിൽ വേണം ഇത് വെക്കാനായിട്ട്. സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിതിപ്പോൾ സ്റ്റോർ ചെയ്യുന്നില്ല, ഉടൻ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ ഞാനിപ്പോൾ വെച്ചിട്ടുണ്ട്. അത് നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട, തീരെ ഫ്ലെയിം കുറച്ച് വെക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ പുറം ഭാഗം ലൈറ്റായിട്ടൊന്ന് കളറ് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉടൻ തന്നെ ഇത് എടുക്കാവുന്നതാണ് കേട്ടോ. കാരണം ഇതിനുള്ളിൽ വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങെല്ലാം നന്നായിട്ട് വേവിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ സവാളയൊന്നും ഒരുപാട് വേകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഒരുപാടിട്ട് മുരിയിക്കരുത്. അപ്പോൾ 1 കപ്പ് അവലുണ്ടെങ്കിൽ ബാക്കിയുള്ള ചേരുവകളൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളത് തന്നെയാണ്. ഉരുളക്കിഴങ്ങും സവാളയും ഒക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ രുചികരമായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു അവൽ സ്നാക്കാണ് കേട്ടോ ഇത്. അധികം എണ്ണയൊന്നും വലിച്ചെടുക്കില്ല. നമ്മൾ ഇതുപോലെ കോട്ട് ചെയ്തെടുത്തിരിക്കുന്നതിൻ്റെ പേരിൽ അധികം എണ്ണയൊന്നും വലിച്ചെടുക്കാതെയാണ് കേട്ടോ നമുക്കിത് കിട്ടുന്നത്. ഒരു സൈഡൊന്ന് മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് തിരിച്ചും മറിച്ചു വിട്ട് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ഒരു പരന്ന ഒരു പാനിൽ നമ്മൾ തയ്യാറാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് എണ്ണ നമുക്ക് ഒരേ സമയം തന്നെ ഇടാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നമ്മുടെ ഈ സ്നാക്കെല്ലാം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഏകദേശം ഒരു 4 മുതൽ 5 മിനിറ്റ് വരെയാണ് ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ തന്നെ ഇതൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റാം. പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു രീതിക്ക് തന്നെ നമുക്ക് ബാക്കിയുള്ളത് വേഗം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിത് ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അതായത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് സ്റ്റീലിൻ്റെ കടായി ആയതിൻ്റെ പേരിൽ അടുക്കി പിടിക്കാതിരിക്കാനാണ് ഉടൻ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ 2 സൈഡ് നല്ല രീതിക്ക് തന്നെ ഒന്ന് മുരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എടുക്കാവുന്നതാണ്. എല്ലാ സ്നാക്സും ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് സൈഡായിട്ട് ഒന്നും തന്നെ ആവശ്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ടൊമാറ്റോ സോസ് മാത്രം മതിയാവും. ഉറപ്പായിട്ട് നിങ്ങൾ വീട്ടിൽ ഇതുപോലെ ഒരു സ്നാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കുകയും വേണം കേട്ടോ. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.